കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സുഭാഷിന്റെ കല്യാണം മുടങ്ങിയതിൽ എല്ലാവരും സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞില്ലേ, നാണം കെട്ടില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഭാസ്കരൻ. എന്നിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട് നാണം കെട്ടുപോയി, അവിടെ പോയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതിന്റെ ഇടയിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അവള് ഡൈവേഴ്സ് വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം അത് ഞങ്ങളിന്ന് ഒളിച്ചു വെച്ചിട്ടാ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ചതിയല്ലേ ഈ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ആ ബ്രോക്കറിട്ടാ രണ്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ്. അത് ശരി തന്നെയാ, വന്നെന്ന് ഓരോന്ന് പറഞ്ഞ് സുഭാഷേനെ മയക്കിയെടുത്ത് എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്തായാലും തെറ്റായിപ്പോയി അവര്. ഞങ്ങൾക്കാണെങ്കിൽ എങ്ങനെ ഇനി റോഡിൽ ഇറങ്ങി നടക്കും എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുക, ഇത്രയും കാലം നടന്നില്ലേ, എല്ലാരും പറഞ്ഞത് കേട്ടല്ലേ ഇത്രയും കാലം ഇതുപോലെ ആയത്, ഇനിയിപ്പം കേട്ടെന്ന് പറഞ്ഞ് എന്താ കുഴപ്പം? എന്തായാലും നേരത്തെ കാലം ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്, അവര് പറയട്ടെ, പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് പെട്ടെന്ന് എന്നെ നിധിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്തായാലും സുധീഷിന്റെ കല്യാണം ഒന്നും ആലോചിക്കാതെ എടുത്തു ചാട്ടത്തിന്റെ പേരിലായിരുന്നില്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് താൻ ചെയ്തത് തെറ്റാണെന്ന് സുധീഷ് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. നിധിയാണെങ്കിൽ സൂക്ഷിച്ച് സുധീഷിനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുക, എന്തായാലും വരട്ടെ, എനിക്ക് റോഡിൽ ഇറങ്ങിയാലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങളാരും ഇതിന്റെ പേരിൽ തല്ലി കൂടിയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ഞങ്ങളിപ്പോ അങ്ങനെ വരാറില്ലല്ലോ, നിങ്ങളെ വഴിക്ക് എന്നല്ലോ പണ്ടേ ഞങ്ങൾ വിട്ടിരിക്കുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും വരില്ല. നിങ്ങളെ പറയുകയോ തീർക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒരു കാര്യം, ചേട്ടന്മാ വന്നെന്ന് അവിടെ കവലയിലിരുന്ന് അത് ഇരുന്ന് ചായക്കുടയിൽ പറയുമ്പോഴത്തേക്കും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന് വഴക്ക് കൂടരുത് അയാളടുത്ത്. അയാളെ കാര്യം അറിയാലോ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും എന്റെ ചേട്ടനല്ലേ, അയാളാണെങ്കിൽ പണ്ടേ എനിക്കറിയാം. എല്ലാവരും കൂട്ടിക്കൊണ്ടു പോയ ആൾക്കാരെ എന്ത് വെച്ചാലും കൊള്ളാം, എന്റെ ചേട്ടനെയും എന്റെ അനിയത്തെയും അവര് മാത്രം മതിയല്ലോ ഇവിടെ മൊത്തം പാട്ടാക്കാൻ ഓരോ കാര്യങ്ങള്. ഇല്ലാത്തതിനെ കൂടെ പറഞ്ഞു കൊടുക്കാൻ ബെസ്റ്റ് ആൾക്കാരാ. എന്തായാലും ശരി തന്നെയാ, എല്ലാം തരണം ചെയ്ത് പോവാൻ തന്നെ ഇനി തയ്യാറാ എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ്. എന്തായാലും സുഭാഷേട്ടൻ അവരെ വിളിക്കാൻ പോകണ്ടല്ലായിരുന്നു, അപ്പോഴത്തേക്കും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. ഇതെല്ലാരെയും കൂട്ടിക്കൊണ്ട് പോയല്ല ഇത് ഇത്രയും പ്രശ്നത്തിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ കല്യാണം നടന്നില്ലല്ലോ, ഇപ്പോഴൊരു എൻഗേജ്മെന്റ് വരെ എത്തിയല്ലേ നിന്നത്, അതും നടന്നില്ലല്ലോ, അത് കല്യാണമാകുമ്പോൾ മുടങ്ങും, അതിനെക്കുറിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. നിധിയുടെ വാക്ക് കേട്ടിട്ട് സുഭാഷ് പറയുക, എന്തായാലും ഇതുവരെ ആവൂന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷെ ആ കുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് കല്യാണം എടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ളൂ. ഞാനും ആ സമയത്ത് ചിന്തിച്ചത്, സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ചിന്തിച്ചത് ഒരേ ഒരു കാര്യമുള്ളൂ, എന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാ ഞാൻ പിന്നെ ഒന്നാമതും ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് കാര്യം, ഇതുകൊണ്ട് മാത്രമേ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ഇപ്പോഴെ കാര്യം പിടികിട്ടിയ കണ്ടോ സുധീഷ് എന്നൊക്കെ പറയുന്നുണ്ട് നിധി. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യം തന്നെ ചെറുതായിട്ടൊന്നും എനിക്ക് മനസ്സിലായതാ. അപ്പോഴത്തേക്കും ഹരീഷ് ഞെട്ടി നിന്നിട്ട് പറയുക, ഇതുകൊണ്ട് മാത്രമാണോ ചേട്ടനാണെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, ഈ രണ്ടാം കെട്ടായിട്ട് കണ്ടോ, അത്രയ്ക്ക് നീതു എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക, ശരി തന്നെയാ, എൻ്റെ അടുത്ത് നീതു വന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു, ഏതായിരുന്നാലും നിങ്ങളെ കല്യാണം നടന്നാൽ മാത്രമേ എന്റെയും അതുപോലെ തന്നെ ഹരീഷിന്റെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് എൻ്റെ അടുത്തുനിന്ന് ജോലി സ്ഥലത്തുനിന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അതിങ്ങനെയാവുമെന്നും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നീതുവിൻ്റെ അടുത്ത് ദേഷ്യം തോന്നുകയും, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ, എന്തായാലും അവളെ കാര്യം സ്വന്തം കാര്യം ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പേരിൽ നീ അവരെ വഴക്ക് പറയുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അത് ഞാൻ തീരുമാനിച്ചോളാം, എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് വേറെ രീതിയിൽ സുഭാഷ് എന്തെങ്കിലും പറയണമെങ്കിൽ അവൾ ആള് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിധി ആ സമയത്ത് ഹരീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ പിണങ്ങാൻ പാടില്ല, അവളെ വീട്ടിലെ ഒരു സുരക്ഷിതത്വത്തിന്റെ കാര്യം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ, അവൾക്ക് ഇനി എത്ര നാൾ ആ വീട്ടിൽ പിടിച്ചു നിൽക്കും, എങ്ങനെയെങ്കിലും ആരെയും കൊണ്ട് കെട്ടിച്ചു വിടാൻ നോക്കുക ഇപ്പോഴും അവളെ അച്ഛനും അമ്മയും ആങ്ങളെയും. അതുകൊണ്ട് അവളെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ശരിയായിട്ട് തോന്നാൻ പറ്റുള്ളൂ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് അവളെ വിഷമപ്പെടുത്തണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവിടുത്തെ ചോദിക്കും എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നീ എവിടേക്കാ പോകുന്നത്? ഞാൻ വർക്ക്ഷോപ്പിലോട്ടാ, എന്തായാലും പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഞാൻ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്.
ആ സമയത്ത് പറയുക ഹരീഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്റെ കാര്യം നടക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇനി ഏതെങ്കിലും കല്യാണത്തിന് സമ്മതിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേട്ടന് ഇറങ്ങുന്ന ഒരു പെണ്ണ്, അത് ആരാണെന്ന് നമുക്കിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരാള്. എന്തായാലും ചാന്ദിനിയ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ആയിരിക്കും നടത്താൻ പോകുന്നത്. അല്ലാതെ ആർക്കോ വേണ്ടി നടത്തും പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കേണ്ടതല്ല സുഭാഷേന്റെ ജീവിതം, അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഹരീഷ്. ഇത് പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, കണ്ടോ അവന് കാര്യം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കാര്യം അറിഞ്ഞിടത്ത് നിങ്ങൾക്കാ അല്ലേ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. നിധി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുക, എന്തെങ്കിലും പറയാൻ വേണ്ടി എന്നൊക്കെ പറയുക. അത് ശരി തന്നെയാ, ഇന്നാരും വിളിച്ചില്ലേ ഗായു ഒന്നും എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഗായുവിന്റെ പേര് പറയുമ്പോഴത്തേക്കും ഇത്ര ഒരു ഇഷ്ടമില്ലായ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധീഷ് നിധിയെടുത്ത്. എനിക്കെന്താ ഇഷ്ടക്കേട്, എനിക്കൊന്നുമില്ല, നിങ്ങൾ ആരെ നോക്കിയാലും വിളിച്ചാലും എനിക്കെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് നിധി. ആ സമയത്ത് സുഭാഷ് പറയുക, കണ്ട നിന്നെയാണെങ്കിൽ ഇങ്ങനെ പറയണത് പോലെ അവൾക്ക് ഇഷ്ടമില്ല, അതിൽ വെച്ച് മനസ്സിലായിക്കൂടെ നിന്റെ അടുത്ത് ഉള്ളിന്റെ ഉള്ളില് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് അവക്ക്, പക്ഷെ പുറത്ത് കാണിക്കാത്തതാ. ആ സമയത്ത് സുധീഷ് പറയുക, അതൊക്കെ എനിക്കറിയാം, ആ ഉള്ളിലുള്ള ഇഷ്ടം പുറത്ത് കാണിക്കാൻ വേണ്ടി തന്നെയാ അവളെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹരീഷിന്റെ കാര്യം എന്ത് ആവുമെന്തോ എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. എന്തായാലും ഇനി പോയി ഇന്ന് വഴക്കുണ്ടാക്കുവോ അതും ഇനി അറിയില്ല, എന്തായാലും വന്നെടുത്ത് വെച്ച് കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നികേഷ്. ഇതിനെല്ലാം കണ്ടും കേട്ടും ഇരിക്കണ ഞാനാ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നീ ഇവിടുത്തെ അമ്മാവനൊന്നും അല്ലല്ലോ, ഞങ്ങളെ ഇവിടുത്തെ കൊച്ചനിയനല്ലേ, പിന്നെ നീ എന്തിനെല്ലാം വിഷമിച്ചിരിക്കുന്നത്, ഞങ്ങളെല്ലാം കേട്ടോണ്ടല്ലേ ഇരിക്കുന്നേ ഒക്കെ പറയുന്നുണ്ട് സുഭാഷ്. എന്തായാലും ഒരു ചേട്ടന്റെ സ്നേഹം തന്ന് ഇത്രയും കാലം വളർത്തിയ ഞങ്ങളെ ഒരു അച്ഛനെ പോലെ നോക്കിയ സുഭാഷേന്റെ കല്യാണം ഞങ്ങൾ നടത്തും, എന്തായാലും സുഭാഷേട്ടൻ വിഷമിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞ് നികേഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അതുപോലെ തന്നെ സുധീഷും പറയുന്നുണ്ട്, ചേട്ടൻ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഒന്നല്ലെങ്കിൽ വേറെ കല്യാണാലോചന നടക്കും. ഇന്നലെ തന്നെ ആ ചാന്ദിനി വന്നില്ലായിരുന്നോ, എനിക്ക് തോന്നുന്നുണ്ട് ചാന്ദിനി തന്നെയാ ആ ചേട്ടന്റെ ജീവിതത്തിൽ വരുമെന്ന്. അതുകൊണ്ട് വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കും. ഒരു കല്യാണമല്ലേ മുടങ്ങിയത്, എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് നികേഷിന്റെ കാര്യത്തില്. അതുകൊണ്ട് അവൻ കണ്ടില്ലേ, ആ ഗായു ആണെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു, എന്നിട്ടും അവൻ സഹിച്ചിരിക്കുന്നില്ലേ, മിണ്ടായിരുന്നോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷ് സുധീഷിനെ വഴക്ക് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പിണങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പറയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ജോലിക്ക് പോവാ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് എന്റെ സമയം വരെ വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ ഞാൻ ഇറങ്ങാൻ പോവാ, എല്ലാരും ആഹാരമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. എന്തായാലും കണ്ടോ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിച്ചോ, അതുപോലെ തന്നെ സമയത്ത് എല്ലാം ചെയ്തു വെച്ചിട്ട് പോവാൻ ഇതുപോലുള്ള ഒരാള് ഇനി ആരാ വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയൊരു ചേട്ടനെന്ന് വെച്ചാൽ നിധി തന്നെയാ എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. അത് ശരി തന്നെയാ, പക്ഷെ എന്ത് ചെയ്യാനാ, ചേട്ടന്റെ ജീവിതത്തിലൊരു പെണ്ണിനെ നമുക്കിന്ന് നോക്കി കൊടുക്കണം, അതാ ഇനി നമ്മുടെ ഒരു ചിന്ത തന്നെ ആയിരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, അത് ശരി തന്നെയാ, നമുക്ക് നോക്കാം, ആരെങ്കിലും പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റിയ ഒരു കല്യാണം ഉടനെ തന്നെ നടത്തണം, ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാവണം. ഇനി ആൾക്കാർക്ക് പറഞ്ഞുണ്ടാക്കാൻ പറ്റിയ ഒരു കഥയാ ഇനി സുഭാഷിന്റെ കല്യാണം വീണ്ടും മുടങ്ങിയെന്ന്. ഇനിയിപ്പോ എന്തോ ചെയ്യാ, കുറെ ദിവസം കൊണ്ട് ആരും വായിലിരുന്ന് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇനി മുതല് ഇനി അതായിരിക്കും ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സുധീഷ്. ആ സമയത്ത് നിധി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. അങ്ങനെ നിധി ഇറങ്ങുന്ന സമയത്ത് സുധീഷ് പറയുക, ഞാൻ കൂടെ വരാൻ കേട്ടോ അങ്ങോട്ട് നിധിയുടെ കൂടെ. വേണ്ട, എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ അറിയാം, എന്റെ കൂടെ ആരും വരേണ്ട ആവശ്യമില്ല, എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോവില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ നിധിയുടെ വീട്ടുകാര് വീണ്ടും വന്ന് പിടിച്ചോണ്ട് പോയാലോ, അതെന്താന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോവാൻ സമയമായപ്പോഴത്തേക്കും സുധീഷ് ഇറങ്ങുന്നുണ്ട്. സുധീഷ് പറഞ്ഞു, ഞാൻ എന്തായാലും എനിക്ക് ഹരീഷിനെ ഒന്ന് കാണണം, എനിക്ക് അങ്ങോട്ട് കയറണം, എന്തായാലും ഞാൻ അവളുടെ അടുത്ത് ബഹളം വയ്ക്കാൻ പോയോ എന്നൊക്കെ അറിയാലോ, എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ പോയപ്പം അവിടെ ഹരീഷിനെ കണ്ടില്ല. അപ്പോഴത്തേക്ക് അവിടെ ചോദിച്ച്, അവൻ ഇന്ന് വന്നില്ലേ, എവിടെയാ, വന്നിട്ട് ഇപ്പോഴായിട്ട് പോയതല്ലേ ഉള്ളൂ, ഇപ്പം വരാന്ന് പറഞ്ഞിട്ടാ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അന്വേഷിച്ചിട്ട് ഒരിടം കാണുന്നില്ല. ആ സമയത്ത് ഉടനെ സുഭാഷ് എന്നെ വിളിച്ച് പറയുക, ഞാനാണെങ്കിൽ അവന്റെ വർക്ക്ഷോപ്പിൽ നിന്ന്, പക്ഷെ അവനാണെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയെന്ന്, ഇതുവരെ കണ്ടില്ല, എനിക്ക് തോന്നുന്നുണ്ട് നീതുവിനെ കാണാൻ പോയോ എന്ന് അറിയത്തില്ല എന്ന്. എന്തായാലും ഒരു ബഹളമൊന്നും വെക്കാതെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയുക സുഭാഷ്. അങ്ങനെ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്.
അങ്ങനെ നേരെ ഹരീഷ് പോയത് നീതുവിനെ കാണാനായിരുന്നു. നീതുവിനെ കണ്ടിട്ട് പറയുക, നീയാണോ ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞത് സുഭാഷേന്റെ അടുത്ത് നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ സുഭാഷിന്റെ കല്യാണം നടക്കണമെന്ന്? നീ എന്ത് കാര്യം ഈ ചെയ്തത് എന്ന് പറഞ്ഞ് ആർക്കോ വേണ്ടി ചേട്ടൻ ഇങ്ങനെയൊക്കെ ആരെയും കല്യാണം കഴിക്കണമെന്നാണോ നിന്റെ ചിന്ത? അത് ഒരിക്കലും നടക്കില്ല. നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നീ വേറെ ആരെങ്കിലും നോക്കിയോ. എന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം, അത് നല്ലൊരു കുട്ടി കല്യാണം കഴിച്ച ശേഷമേ നടക്കുള്ളൂ, അല്ലായെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീതു. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ അച്ഛനോ അമ്മയോ നിന്റെ ചേട്ടനോ ആര് പറഞ്ഞാലും നീ അനുസരിച്ചോ. പക്ഷെ ഒരു കാര്യം, ഞങ്ങളെ കുടുംബത്തിലെ കാര്യം ഞങ്ങൾക്കറിയാം നോക്കാൻ. ആരെ കല്യാണം കഴിക്കണമെന്ന് സുഭാഷേട്ടൻ തീരുമാനിക്കുന്നത് ഞങ്ങളിവിടെ അറിഞ്ഞിട്ടാ. അല്ലാതെ പിന്നെ നീ പറഞ്ഞെന്ന് പറഞ്ഞ് എടുത്തു ചാടി ഇപ്പം കുഴിയിലാ ചാടിയത്. അത് മാത്രമല്ല, കല്യാണം മുടങ്ങി ആളില് വായിരിക്കുന്ന കേട്ടോണ്ടായിരിക്കുന്ന ഞങ്ങള്. അതെല്ലാം ഇപ്പൊ നീ കാരണം. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ദേഷ്യം കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇപ്പം വന്നത്. ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത്. എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. അല്ലായെങ്കിൽ ഇനി കഴിക്കുമോ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന പറഞ്ഞ് എന്റെ ബേക്ക് നീ നടക്കരുത്. സുഭാഷ് എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആയിരിക്കും നമ്മുടെ കല്യാണം നടക്കുക. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതിനെ കണ്ടിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര വിഷമത്തില് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഹരീഷിനെ നീതു. അങ്ങനെ പോകുന്ന സമയത്ത് സുധീഷിനെ കാണുന്നുണ്ട്. സുധീഷിന് ചോദിക്കുക, നീ എവിടെ പോയതാ? ഞാൻ നിന്നെ നോക്കി വന്നത്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നീതുവിന്റെ അടുത്ത് പോയി കാണുമെന്ന്. ആ കുട്ടിയുടെ അടുത്ത് എന്ത് പറഞ്ഞാ നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറയേണ്ടതെല്ലാം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവള് ഒന്നും പറയില്ല. എന്തായാലും സുഭാഷ് ഏട്ടൻ എന്തുമാത്രം വേദനിക്കുന്നു അറിയാവോ? അത് കാരണം ആരാ? എവളല്ലേ? ഞാൻ അറിഞ്ഞത് പോലുമില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഞാൻ അവൾക്കുള്ള ഡോസ് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എപ്പോഴും പിണങ്ങാൻ ഒരു കാരണങ്ങൾ മാത്രമുണ്ട്. സ്നേഹിക്കുകയാണെങ്കിൽ അതിന് മാത്രം. എന്താ ഇത് നീ കാണിക്കുന്നേ? അവന്ത് മാത്രം വിഷമിച്ച് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. വിഷമിക്കട്ടെ, എന്തായാലും നമ്മളെ വീട്ടുകാരിപ്പം വിഷമിക്കുന്നില്ലേ? അതുകൊണ്ട് അവൾ വിഷമിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെയും കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോ, പക്ഷെ എന്നെ കെട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാ